ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായതും ഇനി ഉണ്ടായേക്കാവുന്നതുമായ 10 പ്രകൃതി ദുരന്തങ്ങൾ, ഏറ്റവും അപകടകരമായ 10 പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, ഡാം ബ്രേക്ക്. ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിൽ നിർമ്മിച്ച ഒരു കല്ലുകൊണ്ടുള്ള ഈ അണക്കെട്ട് പൊട്ടിയാലുണ്ടാകുന്ന ദുരന്തമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ദുരന്തം. സമുദ്രനിരപ്പിൽ നിന്നും 851 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഗുരുത്വാകർഷണ അണക്കെട്ടാണ്. നമ്പർ 9, സുനാമി. 2004 ഉണ്ടായ ഈ സുനാമി കേരളത്തെ വല്ലാതെ ബാധിച്ചു. ഇത് ബോക്സിംഗ് ഡേ സുനാമി എന്നാണ് അറിയപ്പെടുന്നത്. 14 രാജ്യങ്ങളിലായി, പ്രത്യേകിച്ച് ഇന്ത്യ, ശ്രീലങ്ക എന്നീ ഭാഗങ്ങളിലേക്ക് വൻ നാശം ഇത് വിതച്ചു. ചരിത്രത്തിലെ ഏറ്റവും മാരകമായ സുനാമി ആയിരുന്നു ഇത്. നമ്പർ 8, എർത്ത് 2000 ഡിസംബർ 12-നാണ് ഇടുക്കി ജില്ലയിൽ ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടായത്. കാസർഗോഡും കണ്ണൂരും ഒഴിച്ച് കേരളത്തിലെല്ലായിടത്തും, തമിഴ്നാട്ടിൽ നീലഗിരി, കോയമ്പത്തൂർ, തേനി, മധുര ജില്ലകളിലും ഈ ഭൂകമ്പം അനുഭവപ്പെട്ടു. ഇടുക്കിയിൽ തന്നെ 1988 ജൂൺ 7-നും ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്പർ 7, സൈക്ലോൺസ്. 2019 മെയ് മാസത്തിൽ മണിക്കൂറിൽ 120 മൈലിൽ കൂടുതൽ വേഗതയിൽ വീശിയ പേമാരിയും കാറ്റും മൂലം ഫോനി ചുഴലിക്കാറ്റ് കേരളത്തെയും ഒഡീഷ സംസ്ഥാനത്തെയും തകർത്തു. 64 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 1.2 ദശലക്ഷം ആളുകളെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. നമ്പർ 6, സോയിൽ പൈപ്പിംഗ്. കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് കൂടുതലും മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാലും വയനാട്, ഇടുക്കി, തൃശൂർ ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ കുറവല്ല. നമ്പർ 5, ഡ്രോഫ്റ്റ്. കേരളത്തിൽ വേനൽക്കാലം കൂടുകയും ശൈത്യകാലം കുറയുകയും ചെയ്യുന്ന അവസ്ഥ മൂലം നാട് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കേരളത്തിൽ 4-5 വർഷമായി വേനൽക്കാലം വളരെ നേരത്തെ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒരുപാട് തവണ കേരളം വരൾച്ചയെ ബാധിച്ചിട്ടുണ്ട്. നമ്പർ 4, ലൈറ്റ്നിങ്. ഇടിമിന്നൽ കേരളത്തിൽ വളരെയധികം അപകടം വരുത്തിവെച്ചിട്ടുണ്ട്. തൃശ്ശൂരും പാലക്കാടുമാണ് ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. മേഘങ്ങൾക്കിടയിലെ നെഗറ്റീവ് പോസിറ്റീവുമായുള്ള കണങ്ങൾ തമ്മിൽ ഉരസുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത്. നമ്പർ 3, കോസ്റ്റൽ എറോഷൻ. കേരളത്തിൽ തീരദേശ മണ്ണൊലിപ്പ് ഗുരുതരവും വർദ്ധിച്ചു വരുന്നതുമായ ഒരു പ്രതിസന്ധിയാണ് ഇത്. 590 കിലോമീറ്റർ തീരപ്രദേശത്തിന്റെ 55-60% ഭാഗവും അപകട സാധ്യത നേരിടുന്നു. ഇത് ഭൂമിയുടെ ഗണ്യമായ നഷ്ടത്തിനും വീടുകളുടെ നാശത്തിനും കാരണമാകുന്നു. നമ്പർ 2, ഫ്ലഡ്സ്. 2018 ഓഗസ്റ്റ് 16-ന് മൺസൂൺ കാലത്തെ അസാധാരണമായ കനത്ത മഴ കാരണം കേരളത്തെ ഗുരുതരമായ വെള്ളപ്പൊക്കം ബാധിച്ചു. ഏകദേശം ഒരു നൂറ്റാണ്ടിനിടെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു ഇത്. നമ്പർ 1, ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് ഡെബ്രിസ് ഫ്ലോസ്. 2024 ജൂലൈ 30-ന് പുലർച്ചെ വയനാട് ജില്ലയിലെ കുറെ ഗ്രാമങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലുകളുടെ ഒരു കൂട്ടമായിരുന്നു 2024 വയനാട് ഉരുൾപൊട്ടൽ. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ഈ ദുരന്തം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.